ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ധാരാളം വഴിത്തിരിവുകൾ ഉണ്ടാകാറുണ്ട്. ചിലതൊക്കെ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും, ചിലതൊക്കെ നമുക്ക് പുതുജീവൻ നൽകുകയും ചെയ്യും. ആശാൻ്റെ ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് തണലായി വന്ന, താങ്ങായി വന്ന ഒരു വ്യക്തിയുണ്ട്, ഡോക്ടർ രാംദാസ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ സമാഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശാനുമായിട്ടുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ചൊന്ന് പറയാമോ? 5 വർഷം മുമ്പ് ഒരു ദിവസം വരികയാണ്. അപ്പോൾ ആശാനെ പറ്റി അന്ന് എനിക്കൊന്നും അറിയില്ലായിരുന്നു. എവിടെയാണ്? റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ. ആശ അങ്ങനെ വന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ആശാൻ അപ്പോൾ ഒന്ന് തൊണ്ടയിലാണ് അസുഖം ഉണ്ടായിരുന്നത്. കഴുത്തിലൊരു മുഴയൊക്കെ ഉണ്ടായിരുന്നു, കയ്യിന് കുറച്ച് വീക്ക്നെസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ആശാൻ്റെ ചികിത്സയെ പറ്റി ഇങ്ങനെ ആലോചിക്കായിരുന്നു. എങ്ങനെ തോന്നണം, ആശാൻ വളരെ വേണ്ടപ്പെട്ട ഒരാളാണെന്ന് പ്രത്യേകം ഡോക്ടർ ഗംഗാധരൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ റേഡിയേഷൻ വേണം, അതിന് ഒരു 6 ആഴ്ച നിൽക്കണം. സാധാരണ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ രോഗികൾ ഭയങ്കരമായിട്ട് പരിഭ്രമിച്ച് ആകെ അപ്സെറ്റായിട്ട്, പക്ഷേ ആശം വളരെ കൂളാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യട്ടെ, എനിക്ക് 2-3 ആഴ്ച കൂടി സമയം വേണം. അന്ന് ഗുജറാത്തിലാണ് അല്ലേ, എനിക്കിപ്പോഴും ഓർമ്മയില്ല. ഗുജറാത്ത് വരെ ഒന്ന് പോകണം, അവിടെ ഒരു പ്രോഗ്രാം ചെയ്യണം, അത് കഴിഞ്ഞിട്ടാവാം നമുക്ക് ചികിത്സ. ഞാൻ പറഞ്ഞു അത് വേണ്ട, നമുക്ക് നമ്മുടെ ആരോഗ്യമല്ലേ പ്രധാനം, അതുകൊണ്ട് നമുക്ക് ചികിത്സ കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാം. പക്ഷേ ആദ്യം ഒന്ന് മടിച്ചു, പിന്നെ ഒരുവിധം എല്ലാവരും കൂടി അങ്ങനെ സമ്മതിപ്പിച്ചു ആശാനെ കൊണ്ട്. അത് കഴിഞ്ഞ് ആശാനെ ഒരു 6 ആഴ്ചത്തോളം ചികിത്സയുണ്ട്. പക്ഷേ മറ്റുള്ള രോഗികളെ പോലെ അല്ല ആശാൻ, നല്ല മനോധൈര്യമാണ്. അതായത് ഒട്ടും പരിഭ്രമമില്ല, വളരെ കൂളായി വരും. ആ മനോധൈര്യം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ആശാൻ്റെ ഈ അസുഖം പൂർണ്ണമായിട്ട് മാറാനുള്ള കാരണം. ഒന്നുമില്ല. അതെല്ലാം കഴിഞ്ഞ് ചികിത്സയൊക്കെ കഴിഞ്ഞ് ആശാൻ ഓരോ പ്രാവശ്യം വരുമ്പോഴും പറയും എൻ്റെ താടി രോമം വളരുന്നില്ല. അപ്പോൾ എനിക്ക് ആദ്യം പിടിയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല, ഷേവ് ചെയ്യാണ്ട് കഴിഞ്ഞില്ലേ. അപ്പം അതല്ല, എനിക്ക് ചുട്ടി വയ്ക്കാം. അപ്പോഴാണ് അയ്യോ അതൊരു പ്രശ്നമാണ്. അപ്പോൾ എനിക്ക് തന്നെ ഒരു വിഷമമായി തുടങ്ങി. ആശാൻ വരുമ്പോൾ ചുട്ടി വയ്ക്കാം ഇതാ പറ്റില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ രോമൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ആശാന് ചുട്ടിയൊക്കെ വയ്ക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ ഇടയിൽ ഇടയ്ക്കാന്ന് പറഞ്ഞു എനിക്കൊന്ന് അലറണം, പണ്ടത്തെ പോലെ അലറാൻ പറ്റും. ആശാൻ്റെ ആ വോയിസ് ബോക്സിന്റെ കഴുത്താണ് അസുഖം ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ റേഡിയേഷൻ കൊടുക്കുമ്പോൾ കുറച്ചൊരു പതർച്ച വരും, പണ്ടത്തെ പോലെയുള്ള ഒരു വോയിസ് അങ്ങോട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇപ്പോൾ എല്ലാം നല്ല ശരിയായില്ലോ. ഞാൻ പറയുമ്പോൾ ഡോക്ടർക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും. ആശാൻ എന്താണ് ഡോക്ടറിനെ കുറിച്ച് പറയാനുള്ളത്? ആസിസിൽ ചെന്നാൽ തന്നെ കണ്ടു കിട്ടാൻ എന്നാലും കണ്ടേ പോരൂ. ഡോക്ടർക്ക് പ്രത്യക്ഷത്തെ കാണുമ്പോൾ എനിക്ക് ഒന്നുമില്ല, ശബ്ദം ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. പിന്നെ ഇപ്പൊ ഇത് തന്നെയാണ് അവസാനം മരണല്ലേ. അങ്ങനെ എനിക്ക് പുല്ല് വരെയാ മരണം. ധൈര്യം തന്നെയാണ് ഏറ്റവും. ചില ഡോക്ടേഴ്സിനെ കണ്ടാൽ തന്നെ പകുതി അസുഖം മാറുന്നു. അല്ല അത് സംശയമൊന്നുമില്ല. ആ ചെറുക്കിനെ കണ്ടാറിലൂടെ ഗംഗാധരൻ ഡോക്ടർ ആകുമ്പോ ഒന്ന് പാടാൻ പറയും, ഇദ്ദേഹം പിന്നെ പാടാനൊന്നും പറയാനില്ല.